പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും എന്താണെന്ന്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് വീഡിയോ. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് തന്നെ. ഞാൻ എപ്പോഴും അമ്മയോട് പറയും കുക്കിംഗ് വീഡിയോ ചെയ്യാൻ. അപ്പം അമ്മ പറയും കുഞ്ഞാണ് നീ ഇപ്പോഴൊന്നും ചെയ്യേണ്ട, വലുതാകുമ്പോൾ ചെയ്യാണ്, ഗ്യാസ് എല്ലാം ഉള്ള ആണ്, അതുകൊണ്ട് നീ ചെയ്യേണ്ടത്. അപ്പം ഇന്ന് വാശി പിടിച്ച് അമ്മ കരഞ്ഞാണ്. ലാസ്റ്റ് അമ്മ പറഞ്ഞു ഓക്കേന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്ത് കുക്കിംഗ് ചെയ്യണമെന്ന്. അപ്പോഴാണ് ഞാൻ പാൻ കേക്ക് ഓർത്തത്. അപ്പം നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം. പാൻ കേക്കിനായിട്ട് കുറേ സാധനങ്ങളുണ്ട്. എഗ്ഗ് വേണ്ട സാധനങ്ങൾ എഗ്ഗ്, ഷുഗർ, പിന്നെ ബനാന വേണം, ഫോർക്ക്, പിന്നെ ഒരു ബൗള്, ദെൻ ഹോട്ട്സ്. ഓക്കെ, അപ്പം നമ്മൾ ഓർഡറിൽ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒടിക്കുമ്പം ഫോർക്ക് തന്നെ വേണം. സ്പൂൺ ഇട്ട് ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ലോണം ഇങ്ങനെ ഒടിച്ച് കൊടുക്കാം. ഉടയാൻ പറ്റുന്നില്ല കേട്ടോ. ഇച്ചിരി പാടാണ് ഇത് ഉടയാൻ. കൈ കൊണ്ട് ഉടയ്ക്കലാണെങ്കിൽ നല്ല, പക്ഷെ ഫോർക്ക് ഉടയ്ക്കാൻ ഭയങ്കര പാടാണ്. ഒരു മുട്ട മതി തൽക്കാലത്തേക്കിന്, 2 മുട്ട വേണ്ട. ഓക്കെ, അപ്പം ഇനി ഉണ്ട് ഇത് ഉടയാൻ. തൽക്കാലത്തേക്ക് നമുക്ക് ഈ എഗ്ഗ് ഒന്ന് പൊട്ടിച്ചിട്ട് നല്ലോണം ഉടയും. അപ്പം എഗ്ഗ്, കറക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് ഉടയും നല്ലോണം. മുട്ട ഉള്ളതുകൊണ്ട് ഉടയുന്നത്. ഇപ്പോൾ കണ്ടോ, നല്ല ഉടയാനുണ്ടത്. മുട്ട ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഉടയാത്തത്. അപ്പോൾ നല്ലോണം ഉടയുന്നത്. ഓക്കെ, കുറച്ചുകൂടി ഉടയും. ഓക്കെ, ഇനി നമുക്ക് 2 സ്പൂൺ, 2. ഓക്കെ, ഇത്ര മതി തൽക്കാലത്തിന്. ഈ പഴത്തിൽ ഓടൽ നമുക്ക് ഒന്നുകൂടി ഇടാം. ഓക്കെ, ഇത്ര മതി. അപ്പോൾ ഈ പഴത്തിന് ഓടൽ മധുരമുണ്ട്, എന്നാലും നമുക്ക് ഇതാ 1 സ്പൂൺ ഷുഗർ ഇടാം. പഴത്തിന് മധുരമുണ്ട്, എന്നാലും നമുക്കൊന്ന് ഇച്ചിരി മധുരം കിട്ടാൻ നമുക്ക് 1 സ്പൂൺ ഷുഗർ, ഇത്ര മതി തൽക്കാലത്തിന്. ഓക്കെ, ഇത്ര മതി. അപ്പം ഇതൊക്കെ ഇങ്ങനെ വെച്ചല്ലോ, അതുകൊണ്ട് അപ്പം നല്ലോണം ഉടയുന്നു. ഇച്ചിരി ഉണ്ട് ഉടയാൻ. ഉണ്ടാക്കുമ്പോഴല്ല നമ്മളിങ്ങനെ ഉടയുമ്പം ചിലപ്പോൾ ഇതാ ഷുഗറെല്ലാം ഇങ്ങനെ പുറത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെയായി വന്നിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. എന്നാൽ കട്ടിയാണ് ഉടയ്ക്കാൻ. ഓക്കെ, എല്ലാം ഉടഞ്ഞിട്ടുണ്ട്. ഇച്ചിരി ഉണ്ട് ഉടയാൻ. ഓക്കെ, അത് കുഴപ്പമില്ല. ഒന്നുകൂടി ഒന്ന് ഉടച്ചെടുക്കാം. ഓക്കെ, ഫൈനലി ഉടച്ചെടുത്ത്. ഓക്കെ, ഇനി നമുക്ക് ഗ്യാസിലോട്ട് ഇത് ഒന്ന് പാൻ ചെയ്യാം. അപ്പം ഈ പാൻ ഒന്ന് ചൂടാവണം. പാൻ ചൂടായിട്ട് നമുക്ക് ഗീ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഒഴിക്കാം. ഓക്കെ, പാൻ ഒന്ന് ചൂടായിട്ട് ഗീ ഒഴിക്കണം. ഗീ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് ആവുമ്പോൾ ഗീ ഒഴിക്കാം. ഓക്കെ,
ഇനി നമുക്ക് ഒഴിക്കാം. അറ്റത്തിന് ഒഴിച്ചു കൊടുക്കാം. ആ മൂന്നൊന്ന് റെഡിയായിട്ട് അടിയെല്ലാം ഒന്ന് പിടിക്കണം, എന്നാലും നമുക്ക് എടുത്ത് മറിച്ചിടാൻ പറ്റൂ. പിന്നെ ഈ സൈഡെല്ലാം ഇതായിട്ട് നമുക്ക് എടുക്കുക, പാത്രത്തിടുക. എടുക്കാം, പൊട്ടാതെ ഒന്ന് എടുക്കാം. ബുദ്ധിമുട്ടുണ്ട് എടുക്കാൻ എനിക്ക്. ഓക്കെ, ഇത്ര മതി. നമുക്ക് ഇങ്ങനെ എല്ലായിടത്തും ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒഴിക്കാം. മൂന്ന് സൈഡിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൂന്നായിട്ടൊന്ന് ഒഴിക്കണം. നാലായിട്ട് ഒഴിച്ചാൽ പാളിപ്പോവാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുമ്പം എല്ലാം കൂടി കൂടി വരും. മൂന്നാണെങ്കിൽ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് എടുത്ത് വെച്ചാൽ മതി. നാലെണ്ണം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് പാടുപെടും എടുക്കണമെങ്കിൽ. മൂന്നാണെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ ആവും. നാലാണെങ്കിൽ ഫുൾ വെയിറ്റ് ചെയ്യണം നമ്മൾ. മൂന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. അത് പെട്ടെന്ന് വേഗം ചെയ്യും. അതുകൊണ്ടാണ് വേഗണം. വേഗ സമയത്ത് ഓക്കെ എടുക്കുകയാണ്. ഓക്കെ, അപ്പം അടുത്തത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി ഉണ്ട്. ഓക്കെ, ഒരെണ്ണം ചെയ്തു. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട് ബാക്കി. ആ പൊട്ടി ബുദ്ധിമുട്ടുണ്ട് എടുക്കാൻ. അന്നാവട്ടെ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് എടുക്കാം. ഓക്കെ, അത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൂടി ഒന്ന് എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യണം. ഇല്ല ആവട്ടെ. ഇനി ഇത് രണ്ടും കൂടി ഉണ്ട് എടുക്കാൻ. ആയി. ഇനിയുമുണ്ട് ഫ്രൈ ചെയ്യാൻ. അതൊന്ന് നമുക്ക് കുറച്ചും കൂടി ഉണ്ട് മാവ്. ഓക്കെ, രണ്ട് സൈഡിലായിട്ട് കുഞ്ഞ് പാൻ കേക്ക് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടാണ്. കണ്ടോ, പ്ലേസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചു കൊടുത്തത്. കുഞ്ഞ് പാൻ കേക്ക് രണ്ട് സൈഡിൽ. ഓക്കെ, അപ്പം മാവ് ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന്
ഇതിനൊന്ന് ഫ്രൈ ആവട്ടെ. ഇത് രണ്ട് സൈഡൊന്ന് കുഞ്ഞ് പാൻ കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ബിഗ് ഇല്ലേ, അപ്പം സ്റ്റൈലിന് ഒരു കുഞ്ഞ് പാൻ കേക്ക് കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. 2 എണ്ണമാണ് അതിന് ഉള്ളത്. അപ്പം പ്ലേസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആക്കിയത്. ഒന്ന് വെയിറ്റ് ചെയ്യാം, പെട്ടെന്ന് വേവാൻ. സമയം എടുക്കും. ഇപ്പം ഞാൻ തിന്നുന്നില്ല, നമുക്കധികം നമുക്ക് ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ചിട്ട് തിന്നാം. ഓക്കെ, നമുക്ക് ഫ്രൈ ആയോ എന്നൊരു ഡൗട്ട് നോക്കാം. ഓക്കെ ഓക്കെ, ആയിട്ടുണ്ട്. അതൊന്ന് എൻ്റെ കുഞ്ഞ് പാൻ കേക്ക് പൊട്ടി ആയിട്ടുണ്ട്. അത് എടുത്തോ, എടുക്കാം. കുഞ്ഞ് പാൻ കേക്ക് റെഡി. ഓക്കെ, നമ്മുടെ ഫൈനലി നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പം മേലെ ഹണിയെല്ലാം ഒഴിക്കും, പക്ഷെ മധുരമുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് വേണ്ട. അപ്പം നമുക്കൊന്ന് ഈറ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. കുഞ്ഞ് പാൻ കേക്ക് ഒന്ന് ട്രൈ ചെയ്യുവാണ്. അപ്പം ഇത് ഈസിയാണ്, കുറച്ച് സാധനങ്ങൾ മതി ഇതിന് ഉണ്ടാക്കാൻ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. നല്ല